ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പാൽക്കപ്പയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1.5 കിലോ കപ്പയാണ് നമ്മൾ കഴുകി വരച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലെ മീഡിയം സൈസ് വലിപ്പത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി അതിലേക്ക് വേണ്ടത് 8 പീസ് ചുവന്നുള്ളി ചതച്ചത്, 5 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി. ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കപ്പ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2-3 വിസിലിൽ വേവിച്ചെടുക്കാം. ചില കൊള്ളി വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, ചുവന്നുള്ളി, അരിഞ്ഞു വെച്ച പച്ചമുളക്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ ഇവിടെ 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം കൊള്ളി നല്ലപോലെ ഇനി വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മളെ കപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വലിയ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ ഉപ്പ് കൂടുതലാവും. അപ്പോൾ നമ്മൾ പാകത്തിന് ഈ ടൈമിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് കുറുകി വന്നതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് നമുക്ക് ശരിയാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 8 ചുവന്നുള്ളി അരിഞ്ഞെടുത്തത്, 4 വറ്റൽമുളക്. നമ്മളൊരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി നന്നായി കളർ മാറിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നേരെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ.